വൺ വെൽക്കം ബാക്ക് ടു യുവർ ഗൈഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം നമ്മൾ ഇന്നലെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ പഠനം ഊർജ്ജസ്വലമാക്കാനായിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ് വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇന്നലെ നമ്മൾ വൈൻഡപ്പ് ചെയ്തെടുത്തത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നലെ നമ്മൾ 2 ഫോംസ് ഓഫ് ഓർഗനൈസേഷനാണ് കണ്ടത് അല്ലേ. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഉണ്ടായിരുന്നു, അതുപോലെ ജോയിൻ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയും ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇനി കുറച്ച് ദിവസം കൊണ്ട് നമ്മളിങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സും ഈ നോട്ട്സും ഒക്കെ PDF ആയിട്ട് ലഭിക്കുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന 90 72 71 0772 ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഫീസ് വരുന്നത് 2500 രൂപയാണ്. എക്സാം വരെ ഫീസ് ഉണ്ടായിരിക്കും. ഡെയിലി ഇതുപോലുള്ള റെക്കോർഡഡ് ക്ലാസ്സും PDF നോട്ടും കുഞ്ഞു MCQs ഒക്കെ നമ്മുടെ ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സും കാണാം. നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് ഡെമോ ക്ലാസ് ഒക്കെ നമ്മളൊരു കാര്യത്തിന് ഓൺലൈനൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഒത്തിരി റിസ്ക് എലമെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഡെമോ ക്ലാസ് ഒക്കെ വേണം എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ നമ്മുടെ ക്ലാസ് ഓൺലൈനിൽ കൂടി പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇനി അധികം കഥകളൊന്നും പറയുന്നില്ല. ഇന്ന് ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി. ഇന്നലെ ക്ലാസ് കണ്ട് നിങ്ങൾ എത്രമാത്രം പഠിച്ചു എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കാണണം, ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ ഓറിയൻറ്റേഷൻ എന്താ? എക്സാമിന് നല്ല മാർക്ക് വാങ്ങിച്ച് റാങ്ക് നേടുക എന്നുള്ളതല്ലേ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പാർട്ട്ണർഷിപ്പിനെ കുറിച്ചാണ്. ഇതിനകത്തൊന്നും ഒരു പോയിന്റ് പോലും നമുക്ക് വിടാനായിട്ടില്ല കേട്ടോ. പാർട്ട്ണർഷിപ്പ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ ലിമിറ്റേഷൻസിൽ നിന്നുമാണ് പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻ വന്നത്. ഓക്കെ, ഇപ്പോൾ ബിസിനസ്സിന് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആകുമ്പോൾ ലിമിറ്റഡ് ക്യാപിറ്റലാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അതുപോലെ ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിരിക്കും. എല്ലായിടത്തും ഓടി സൂപ്പർവൈസ് ചെയ്യാനായിട്ടൊന്നും സാധിക്കത്തില്ല. അതുപോലെ എല്ലാം ഒന്നും കൺട്രോൾ ചെയ്തെടുക്കാനായിട്ട് ഒരാളെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഒരാളുടെ ആ ഒരു സോൾ ട്രേഡറിൻ്റെ ആ ഒരു സ്കില്ലിൽ, എബിലിറ്റിയിൽ, ക്യാപിറ്റലിലൊക്കെ ലിമിറ്റഡ് ആയിരിക്കും അയാളുടെ ബിസിനസ്സിനുള്ള വളർച്ചയും. ഓക്കെ, അയാൾ എത്രമാത്രം ടാലൻറ്റഡ് ആണ് അതനുസരിച്ചാണ് ആ ബിസിനസ് ഓർഗനൈസേഷനും വളരുന്നത്. അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻസിൽ നിന്നാണ് പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വന്നത്. ഇവിടെ പാർട്ട്നേഴ്സിൻ്റെ സ്കില്ലും എബിലിറ്റീസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്? കമ്പൈൻ ചെയ്യാണ്. ഒരാളിൽ നിന്ന് കുറേ പേരിലേക്ക് ഒരു ഗ്രോത്ത് നടക്കുന്ന, കുറച്ചുകൂടി ആളുകൾ കൂടുന്നൊരു ഓർഗനൈസേഷനാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുക. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പിൻ്റെ സക്സസ്ഫുൾ വർക്കിംഗ് ഡിപ്പെൻഡ്സ് അപ്പോൺ കോൺഫിഡൻസ് ആൻഡ് ഗുഡ് ഫെയ്ത്ത് എമംഗ് പാർട്ട്നേഴ്സിൻ്റെ കോൺഫിഡൻസ്, അവർ തമ്മിലുള്ള ആ ഒരു ഗുഡ് ഫെയ്ത്ത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ പാർട്ട്ണർഷിപ്പിന് സിമ്പിളായിട്ട് നമുക്കൊരു മീനിങ് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ കോമ്പിറ്റൻറ്റ് കോൺട്രാക്ട് who agree to carry on a lawful business in common with objective of sharing profit. ഓക്കെ, അതായത് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് കുറേ ഇൻഡിവിജ്വൽസിൻ്റെ അസോസിയേഷനാണ്. അപ്പോൾ അവിടെ ഒന്നാമത്തെ പെക്യുലാരിറ്റി എന്നാ? പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് അങ്ങനെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടാവണമെങ്കിൽ മോർ ദാൻ 1 പേഴ്സൺ ആവശ്യമാണ്. ഒരാൾക്ക് അയാളുടെ തന്നെ പാർട്ട്ണർ ആയിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു മോർ ദാൻ 1 പേഴ്സൺ പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസ്സിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. അതുപോലെ അവരെന്ത് ചെയ്യണം? ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് ഒരു ലോഫുൾ ബിസിനസ് ആക്ടിവിറ്റി, അൺലോഫുൾ ആവാൻ പാടില്ല. ഒരു ലോഫുൾ ബിസിനസ് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യണം എന്നുള്ള നിർബന്ധമാണ്. ഇപ്പോൾ ഒരു അപ്പം മരിച്ചപ്പോൾ മക്കളെല്ലാം കൂടെ ഒരുമിച്ച് കൂടുകയാണ് അപ്പൻ്റെ വെൽത്ത് ഡിവൈഡ് ചെയ്യാനായിട്ട്. അതൊന്നും നമുക്ക് പറ്റത്തില്ല. അവിടെ ഒരു ലോഫുൾ ബിസിനസ് ഉണ്ടായിരിക്കണം. അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ആണ്. ഓക്കെ, ഇന്ത്യയിൽ പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ആണ്. അതിൽ പാർട്ട്ണർഷിപ്പിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ: ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺ ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ എന്നാണ്. ഓക്കെ, അവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അവിടെ കുറേ വ്യക്തികളുണ്ട്, അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അവരൊരു ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ എല്ലാവരും കൂടി ആയിരിക്കും ആ ബിസിനസ് നടത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് വേണ്ടി, എല്ലാവർക്കും കൂടി വേണ്ടി ബിസിനസ് കണ്ടക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് സെക്ഷൻ 4 ആണ്. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932, ഡേറ്റ് ഓർത്ത് വെച്ചോണം. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 സെക്ഷൻ 4 പാർട്ട്ണർഷിപ്പിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഈ പാർട്ട്ണർഷിപ്പ് ഫോം ബിസിനസ്സിൻ്റെ അകത്ത് എല്ലാ ഇൻഡിവിജ്വലിനെ നമ്മൾ വിളിക്കുന്നത് പാർട്ട്നേഴ്സ് എന്നാണ്. അവരുടെ ആ ഒരു അസോസിയേഷനെ നമ്മൾ വിളിക്കുന്നത് ഫേം എന്നാണ്. അവരുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പേരിനെ നമ്മൾ വിളിക്കുക ഫേം നെയിം എന്നാണ്. ഓക്കെ,
ഓർത്ത് വെച്ചോളുക. പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്ണർഷിപ്പ് ഫേമിലെ ഓണേഴ്സിനെ നമ്മൾ വിളിക്കുന്നത് പാർട്ട്നേഴ്സ് എന്നാണ്. അവരുടെ ആ ഒരു അസോസിയേഷനെ നമ്മൾ കളക്റ്റീവായിട്ട് വിളിക്കുന്നത് ഫേം എന്നാണ്. അവരുടെ ആ ഒരു ബിസിനസ്സിനെ നമ്മൾ വിളിക്കുന്നത് ഫേം നെയിം എന്നാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്നാമത് നമ്മളിപ്പോൾ പറഞ്ഞ കുറച്ച് പോയിന്റുകൾ നമ്മൾ റിപ്പീറ്റായിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്തത് അവിടെ എന്തുണ്ട്? ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ഉണ്ട്. പാർട്ട്നേഴ്സ് തമ്മിൽ ചുമ്മാ ആരെങ്കിലും 2-3 പേര് ഒരു ബിസിനസ് നടത്താനായിട്ട് ഇന്നത്തെ കാലത്ത് ജോയിൻ ചെയ്യുമോ? ധാരാളം റിസ്ക് എലമെൻ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇവിടെയും എന്തുണ്ട്? ഒരു കോൺട്രാക്റ്റ് ഉണ്ട്, ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ഓക്കെ, ദെൻ പ്ലൂറാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 2 പാർട്ട്നേഴ്സ് എങ്കിലും ഒരു ബിസിനസ് സ്ഥാപനം ആകുമ്പോൾ, പാർട്ട്ണർഷിപ്പ് പോലത്തുള്ള ഒരു ബിസിനസ് സ്ഥാപനമാകുമ്പോൾ അവിടെ അറ്റ്ലീസ്റ്റ് 2 പാർട്ട്നേഴ്സ് മസ്റ്റായിട്ടും ഉണ്ടാവണം. ഓക്കെ, അപ്പം ഇന്ത്യയിൽ നിലവിൽ നിയമം, ഇത് ഒത്തിരി കൺഫ്യൂഷൻ വരുന്നൊരു കോൺസെപ്റ്റാണ്. അത് ഞാൻ ക്ലിയർ ആക്കുകയാണ്. ഒത്തിരി പേർക്ക് ഡൗട്ടുള്ളൊരു കാര്യമാണ്. ഇന്ത്യയിൽ മാക്സിമം നമ്പർ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമിലെ മാക്സിമം നമ്പർ ഓഫ് പാർട്ട്ണർ 50 ആണ് ഇന്ത്യയിൽ. ഓക്കെ, കമ്പനീസ് ആക്ട് 2013 പറയുന്നത്. പക്ഷേ പാർട്ട്ണർഷിപ്പ് ഫേമിൽ 100 പാർട്ട്നേഴ്സ് വരെ മാക്സിമം ആകാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ കമ്പനീസ് റൂൾ 2014 നമ്പർ ഓഫ് പാർട്ട്ണറിനെ 50 ആയിട്ട് നമ്മൾ ലിമിറ്റ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ വിത്ത് എഫക്റ്റ് പാർട്ട്ണർഷിപ്പ് ഫേമിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 50 മെമ്പേഴ്സാണ് പാർട്ട്ണർഷിപ്പ് ഫേമിൽ. മാക്സിമം പെർമിറ്റ് ചെയ്യാൻ പറ്റുന്നത് 50 മെമ്പേഴ്സിനെയാണ് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക, ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് സാധ്യതയുള്ളൊരു ഏരിയ ആണ്. ഇനി അടുത്തത് എക്സിസ്റ്റൻസ് ഓഫ് ബിസിനസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പാർട്ട്ണർഷിപ്പ് ഫേം ആവണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബിസിനസ് നമ്മൾ അണ്ടർടേക്ക് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. അടുത്ത് പറയുക, പ്രോഫിറ്റ് ഷെയർ ചെയ്യണം. നിങ്ങൾക്കറിയാം, ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ലാഭം മെമ്പേഴ്സിൻ്റെ ഇടയിൽ അവരുടെ പാർട്ട്ണർഷിപ്പിലെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഏതാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനടുത്താണ് മ്യൂച്വൽ ഏജൻസി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ്, അല്ലെങ്കിൽ ഒരു ഫീച്ചറാണ് പാർട്ട്ണർഷിപ്പ് ഫേമിലെ മ്യൂച്വൽ ഏജൻസി എന്ന് പറയുന്നത്. ഓരോ പാർട്ട്ണറും ഏജൻ്റാണ്, അതേസമയം പ്രിൻസിപ്പളാണ്. മറ്റ് പാർട്ട്നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ട്ണർ അവരുടെ ഏജൻ്റാണ്, അതേസമയം പ്രിൻസിപ്പളും ആണ്. ഓക്കെ, തേർഡ് പാർട്ടിക്ക് സംബന്ധിച്ചിടത്തോളം, പുറത്തുള്ള അല്ലെങ്കിൽ ഔട്ട്സൈഡറിനെ സംബന്ധിച്ചിടത്തോളം പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഒരു പാർട്ട്ണർ പ്രിൻസിപ്പളാണ്. എന്നാൽ മറ്റ് പാർട്ട്നേഴ്സിന് ആ ഒരു പാർട്ട്ണർ ഏജൻ്റാണ്. അപ്പോൾ മ്യൂച്വൽ ഏജൻസിയാണ്, ഒരേ സമയം ഏജൻറ്റുമാണ്, അതേസമയം പ്രിൻസിപ്പളുമാണ്. ഇതിനടുത്ത് വരുന്നത് അൺലിമിറ്റഡ് ലൈബിലിറ്റിയാണ്. പാർട്ട്ണർഷിപ്പ് ഫേമിലെ മെമ്പേഴ്സിൻ്റെ ലൈബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അവർ ജോയിൻ്റ് ആയിട്ടും സെപ്പറേറ്റ് ആയിട്ടും, ഓക്കെ, ജോയിൻ്റ് ആയിട്ടും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടും പാർട്ട്ണർഷിപ്പ് ഫേമിലെ എല്ലാ ഡെപ്റ്റും പേ ചെയ്യാനായിട്ട് ലയബിളാണ്. ഓക്കെ, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് പോലെ തന്നെയാണ് അവരുടെ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസും കൊണ്ടുവരേണ്ടതായിട്ട് വരും. ഫേമിന് എന്തെങ്കിലും ബാധ്യതകൾ വരുമ്പോൾ അത് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇതിനടുത്ത് പറയുക, നോ ഫ്രീ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമുക്കിപ്പം കമ്പനീസിനൊക്കെ പോലെ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് അത് സെല്ല് ചെയ്യാനായിട്ട് പറ്റത്തില്ല മറ്റൊരു ഔട്ട്സൈഡർക്ക്. വിത്തൗട്ട് കൺസെൻറ്റ് ഓഫ് അതർ പാർട്ട്നേഴ്സ്, മറ്റ് പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആൻഡ് പാർട്ട്ണർഷിപ്പിലെ ഷെയർ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല, ഓർത്ത് വെച്ചേക്കാം കേട്ടോ. നോ ഫ്രീ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. ഇതിനടുത്ത് വരുന്നത് നോ ലീഗൽ സ്റ്റാറ്റസ്. പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഒരു ലീഗൽ സ്റ്റാറ്റസ് ഇല്ല. ഫേമും പാർട്ട്നേഴ്സും ഇൻസെപ്പറബിൾ അല്ല. ഓക്കെ, സെപ്പറബിൾ അല്ല, ഇൻസെപ്പറബിൾ ആണ്. അതായത് സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് പാർട്ട്ണർഷിപ്പ് ഫേമിനില്ല. കമ്പനീനെയൊക്കെ പോലെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ എക്സിസ്റ്റൻസ് ഇല്ല. പാർട്ട്നേഴ്സ് തന്നെയാണ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നതും. സോൾ ട്രേഡർഷിപ്പിലും അങ്ങനെ തന്നെയാണ്, നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു. ഓക്കെ, ഇനി പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. പാർട്ട്ണർഷിപ്പിലെ എഗ്രിമെൻറ്റ് നമുക്ക് വേണമെങ്കിൽ വോളണ്ടറി ആയിട്ട് അല്ലെങ്കിൽ ഓറൽ ആയിട്ടോ റിട്ടേൺ ആയിട്ടോ നമുക്ക് പറയാം. ചിലപ്പോൾ പറഞ്ഞു ചെയ്യാം, അല്ലെങ്കിൽ എഴുതി കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ റിട്ടേൺ എഗ്രിമെൻറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുക. പാർട്ട്ണർഷിപ്പ് ഡീഡിനെ നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നും പറയാറുണ്ട്. ഇത് നിങ്ങൾക്ക് പുതിയൊരു കോൺസെപ്റ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെ ഒരുടെ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. പാർട്ട്ണർഷിപ്പ് ഫേമിലെ റിട്ടേൺ അഗ്രിമെൻറ്റിനെ നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നും പറയാറുണ്ട്. ഓക്കെ, ആൻഡ് ഒരു കാര്യം ചുമ്മാ അങ്ങനെ എഴുതി തയ്യാറാക്കിയാൽ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് ആവത്തില്ല. അത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, സ്റ്റാമ്പ് ആക്ട് പ്രകാരമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് സ്റ്റാമ്പ് ചെയ്തിട്ട് വേണം ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, പക്ഷേ ബാക്കി ഉള്ള സ്ഥാപനങ്ങൾ നോക്കി, ഇപ്പോൾ കമ്പനിയിലൊക്കെ പോലെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനൊക്കെ പോലെ ഇതൊരു പബ്ലിക് ഡോക്യുമെൻ്റ് ഒന്നുമല്ല, പാർട്ട്നേഴ്സ് തമ്മിലുള്ളൊരു എഗ്രിമെൻറ്റ് മാത്രമാണ്. ഓക്കെ, അത് ലീഗൽ ബൈൻഡിങ് കിട്ടും രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ,
ഇനി ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ അകത്ത് ഫേമിൻ്റെ പേര്, അവരുടെ ഡ്യൂറേഷൻ, അവർ ഏത് ടൈപ്പ് ബിസിനസ്സാണ് കണ്ടക്ട് ചെയ്യുന്നത്, എത്ര ക്യാപിറ്റലാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഈ ഡേറ്റ എല്ലാം മെൻഷൻ ചെയ്തിട്ട് ഉണ്ടാവണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കോൺസെപ്റ്റാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ബിസിനസ് സ്ഥാപനം അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യേണ്ടത്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അവിടെ ഈക്വൽ ആയിരിക്കണം. കാരണം പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതിനകത്തൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ ആയിരിക്കണം. അതുപോലെ നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ആ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തതിന് നമ്മൾ ഒരു ഇൻട്രസ്റ്റും കൊടുക്കാൻ പാടില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ. എന്നാൽ പാർട്ട്നേഴ്സ് ബിസിനസ്സിലേക്ക് തരുന്ന ലോൺ, പാർട്ട്നേഴ്സ് എന്തെങ്കിലും ബിസിനസ്സിൻ്റെ ആവശ്യം വന്നപ്പം നമുക്ക് പേഴ്സണൽ ലോൺ തരുന്നുണ്ടെങ്കിൽ 6% ഇൻട്രസ്റ്റ് നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഓക്കെ. ദെൻ നോ സാലറി, നോ കമ്മീഷൻ, നോ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു സാലറിയും കമ്മീഷനോ റെമ്യൂണറേഷനോ പാർട്ട്നേഴ്സിന് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ. ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് അവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലായിരിക്കണം. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലായിരിക്കണം നമ്മളവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഓർത്ത് വയ്ക്കുക. ഇനി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പാർട്ട്ണർ ഉണ്ട്. സിമ്പിളാണ്. ഒന്നാമത്തെയാണ് ആക്റ്റീവ് പാർട്ട്നേഴ്സ്, അതായത് ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ മാനേജ്മെൻറ്റിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ആക്റ്റീവ് പാർട്ട്നേഴ്സ് എന്ന് പറയുക. ഓക്കെ. എൻജോയ്സ് ഫുൾ വോയിസ് ഇൻ ഇറ്റ്സ് മാനേജ്മെൻറ്റിൽ ഫുൾ വോയിസും ഉള്ള പാർട്ട്ണറിനെയാണ് നമ്മൾ ആക്റ്റീവ് പാർട്ട്ണർ എന്ന് പറയുക. അടുത്തൊരു കാറ്റഗറിയാണ് ദറ്റ് ഇസ് സ്ലീപ്പിംഗ് ഓർ ഡോർമെൻറ്റ് പാർട്ട്ണർ. പേര് രണ്ടും ഓർത്ത് വെച്ചോണേ, സ്ലീപ്പിംഗ് ഓർ ഡോർമെൻറ്റ് പാർട്ട്ണർ. ഓക്കെ. അയാൾ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷനും എടുക്കില്ല. ഹി വോളണ്ടറിലി സറണ്ടർ ഹിസ് ഷെയർ, അതായത് മാനേജ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു അധികാരം അയാൾ പറയണം, എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല, കുഴപ്പമില്ല, നിങ്ങൾ ചെയ്തോ എന്ന് പറയുന്ന പാർട്ട്ണറിനെയാണ് നമ്മൾ സ്ലീപ്പിംഗ് അല്ലെങ്കിൽ ഡോർമെൻറ്റ് പാർട്ട്ണർ എന്ന് പറയുക. ഇവർക്ക് രണ്ടുപേർക്കും ഈക്വൽ പ്രോഫിറ്റ് ആട്ടോ. ആക്റ്റീവ് പാർട്ട്നേഴ്സിന് എക്സ്ട്രാ റെമ്യൂണറേഷൻ ഒന്നും ഇല്ല. ഓക്കെ. ഇതിനടുത്താണ് നോമിനൽ പാർട്ട്ണർ. നോമിനൽ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യൊന്നുമില്ല, പക്ഷേ ഹി സിംപ്ലി ലെൻഡ് ഹിസ് നെയിം, അയാളുടെ ആ ഒരു പേര്, ഇയാളും ഈ ഒരു സ്ഥാപനത്തിൻ്റെ പാർട്ട്ണറാണെന്നുള്ള പേര് പുറത്തൊരു ഡെക്കറേഷനാണ്. മറ്റുള്ളവർക്കൊരു സ്ട്രെങ്ത് കിട്ടും, ഇന്ന വ്യക്തിയുടെ ഫെയിം ആണല്ലോ, അപ്പം കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആ ഒരു റിപ്യൂട്ടേഷൻ, അയാളുടെ റിപ്യൂട്ടേഷൻ ബിസിനസ്സിൽ കിട്ടുമ്പോൾ അഡീഷണൽ ബിസിനസ് ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള പാർട്ട്ണറാണ് നോമിനൽ പാർട്ട്ണർ. പക്ഷേ അയാളെ വിശ്വസിച്ചുകൊണ്ട് ഔട്ട്സൈഡേഴ്സ് ആർക്കെങ്കിലും എന്തെങ്കിലും പൈസ പോകും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഹീ ഈസ് ലയബിൾ ടു തേർഡ് പാർട്ടി. ഓക്കെ. ദെൻ മൈനർ പാർട്ട്ണർ. നമുക്കറിയാം കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് ചാൻസ് ഉള്ള ആളുകളെ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പാർട്ട്ണർഷിപ്പിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റ് അല്ലേ. അപ്പോൾ ഒരു വാലിഡ് കോൺട്രാക്റ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും പാർട്ട്ണർഷിപ്പിൽ ഉണ്ടായിരിക്കണം. അൺസൗണ്ട് മൈൻഡായിട്ടോ ഫ്രീ കൺസെൻറ്റ് ഇല്ലാതെ കൊയേഷൻ വഴിയോ അങ്ങനെയൊന്നും പറ്റത്തില്ല. ഒരു വാലിഡ് കോൺട്രാക്റ്റിന് ഉണ്ടാവേണ്ട എല്ലാ എലമെൻറ്റും പാർട്ട്ണർഷിപ്പിന് ഉണ്ടാവണം. അപ്പോൾ മൈനറിനെ ഒരു കോൺട്രാക്റ്റിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ പാർട്ട്ണർഷിപ്പിൽ നമുക്ക് അഡ്മിറ്റ് ചെയ്യാം ഫോർ ബെനിഫിറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഉള്ളി. അതായത് പാർട്ട്ണർഷിപ്പിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിന് മാത്രമായിട്ട് നമുക്കൊരു മൈനറിനെ പാർട്ട്ണർഷിപ്പിൽ അഡ്മിറ്റ് ചെയ്യാം. അയാൾക്കൊരു പാർട്ട്ണർ പോലെ വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അയാളുടെ ലൈബിലിറ്റിയും ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ. മജോറിറ്റി അല്ലെങ്കിൽ 18 വയസ്സാകുമ്പോൾ മൈനർക്ക് ഒരു 6 മാസം ഒരു കാലാവധി കൊടുക്കും. അതിനുള്ളിൽ ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ തുടരണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം പറയാനായിട്ടുള്ളൊരു ചാൻസ് മൈനർക്ക് കിട്ടും. ഓക്കെ. ദെൻ ലാസ്റ്റ് കാറ്റഗറിയാണ് പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്. അതായത് ഒരാൾ പറയുകയാണ് ഞാനിതിൻ്റെ പാർട്ട്ണറാണ്, അയാളുടെ ആക്ട് കൊണ്ട് അയാളുടെ ആ രീതി കൊണ്ട് നമുക്ക് തോന്നുകയാണ് ഈ ഒരു മനുഷ്യൻ ആ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പാർട്ട്ണറാണ് എന്നും മറ്റുള്ളവരെ തോന്നിപ്പിക്കുന്ന രീതിക്കുള്ളൊരു പ്രവൃത്തി ഒരാൾ ചെയ്യുമ്പോൾ അയാളെ നമ്മൾ പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് നമ്മൾ പറയും. ഇത്രയാണ് മേജർ ക്ലാസിഫിക്കേഷൻ ഓഫ് പാർട്ട്നേഴ്സ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം കൂടെ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് പാർട്ട്ണർഷിപ്പ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തത് പാർട്ട്ണർഷിപ്പ് ഫേമിന് ഹയർ ക്യാപിറ്റൽ ഉണ്ടാവും സോൾ ട്രേഡറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം. ഓക്കെ. ഇത് രണ്ടാമത്തത് ഹൈ മാനേജീരിയൽ പവർ. കുറേ പേരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടല്ലോ, ഐഡിയാസൊക്കെ. അപ്പോൾ കുറച്ചുകൂടെ ഹൈ മാനേജറിയൽ സ്കില്ലുണ്ട്, ഈസി ആയിട്ട് ഫോം ചെയ്യാം, വലിയ ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ഡിസോൾവും ചെയ്യാം, ബിസിനസ് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാം. വളരെ സൗണ്ട് അപ്രോച്ചിൽ അവർക്ക് ബിസിനസ് സ്ഥാപനം കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇതിന് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഇല്ല. കാരണം അവിടെ ഒരു ഇപ്പോൾ കമ്പനിയൊന്നും പോലെ ഒരു സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഇല്ല. അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ് മെമ്പേഴ്സിനുള്ളത്. അതുപോലെ നോൺ ട്രാൻസ്ഫറബിൾ പാർട്ട്ണർഷിപ്പ് ഷെയർസ് നമുക്ക് ഫ്രീ ആയിട്ട്
ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആണ്. നിങ്ങൾക്കുള്ള 2 ക്വസ്റ്റ്യൻ ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ടൊന്ന് വായിച്ച് നോക്കാം. എന്നിട്ട് അതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ ഇന്നലെയൊക്കെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ എന്ന് അറിയാനായിട്ടാണ്. ഒന്നാമത്തത് ഐഡൻറ്റിഫൈ റോങ് ഐറ്റം, റോങ് സ്റ്റേറ്റ്മെൻറ്റ്. PSCയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് ഇപ്പം. ഇങ്ങനെയുള്ള റോങ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കുക. നമ്മുടെ ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യുന്നൊരു രീതിയാണ്. നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ, എ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ഈസ് നോട്ട് ഡിസോൾവ്ഡ് ബൈ ഡെത്ത് ഓഫ് co-partner. Then partnership can only be arise as a result of contract between partners. In partnership, a partner cannot bind other partner for the debt incurred in ordinary course of business. In partnership, both male and female can be partner, but in Hindu undivided family, co-partner only male under Mitakshara. Then അടുത്തത്, partnership form of business is suitable when business is small, when liability need to be shared, when scale of operation is large, and all of the above. Okay. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് ആണ് പഠിച്ചത്. അതിൻ്റെ പെക്യുലാരിറ്റീസ് നമ്മൾ നോക്കി, ഫീച്ചേഴ്സ് നോക്കി, മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടു, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണെന്നുള്ളത് കണ്ടു, പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തേണ്ടത് എന്നുള്ളത് കണ്ടു, ദെൻ കൈൻഡ് ഓഫ് പാർട്ട്ണർ കണ്ടു, അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ആൻഡ് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ആ 9072 നമ്പർ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം. താങ്ക്